പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ജീവിതത്തിന് ശരിയായ ലക്ഷ്യബോധമുണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിലും എടുത്തുപറയേണ്ട പല പോരായ്മകളുമുണ്ട്. ശരിയായ കൗൺസിലറെ കിട്ടാത്തതാണ് ഈ വിഷയത്തിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വധൂവരന്മാർക്ക് നൽകുന്ന കപ്പിൾസ് തെറാപ്പിയാണ് പ്രീമാരിറ്റൽ കൗൺസിലിംഗ്. വിവാഹ ജീവിതത്തിന് ശക്തമായ അടിത്തറയിടാനും ഭാവിയിലെ ലക്ഷ്യങ്ങൾ കരുപ്പിടിപ്പിക്കാനും ഇത്തരത്തിലുള്ള ഒരു തെറാപ്പി സഹായകരമാണ്. ഇരു കക്ഷികളുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തിരിച്ചറിയാനും ഇത് ഉപകരിക്കുന്നു. നേരിട്ട് അറ്റൻഡ് ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് ഓൺലൈനായും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇന്ന് വിവാഹമോചനം ഒരു സാധാരണ പദമായി മാറിയിരിക്കുന്നു. മുൻപ് വളരെ വിരളവും പ്രയാസകരവും അതിലുപരി പാപവുമായിരുന്നു. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള നിസ്സാര വിഷയങ്ങൾക്ക് പോലും ഇടപെടാനും മനസ്സ് തുറന്ന് സംസാരിക്കാനും മുതിർന്നവരുണ്ടായിരുന്നു. ഇന്ന് നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും സംശയത്തിൻ്റെയും പേരിൽ സംസാരം പൂർണ്ണമായും ഇല്ലാതാകുന്നു. പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റിന് വിധേയമല്ലാതെ ഒഴിഞ്ഞുമാറുന്നു. ഇരു കക്ഷികളും ഒരുപോലെ വാശിയിൽ നിന്നാൽ പിണങ്ങി നിൽക്കാൻ കാരണങ്ങൾ പലതുണ്ടാകും. ഒടുവിൽ പിരിയാമെന്നാകും. പുതിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന അറിവ് വച്ചാണ് ജീവിതത്തെ അളക്കുന്നത്. എന്നാൽ പറയപ്പെടുന്ന അനുഭവങ്ങൾ പറയുന്ന വ്യക്തിയുടേത് മാത്രമാണെന്നും അല്ലെങ്കിൽ മറ്റാരുടേതോ ആണെന്നും എൻ്റെ ലൈഫ് തികച്ചും വ്യത്യസ്തമാണ്, അത് ഞാനാണ് ഫേസ് ചെയ്യേണ്ടത് എന്ന ബോധം എല്ലാവർക്കും ഉണ്ടോ എന്ന് സംശയമാണ്. എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട വിഷയം പുതുതലമുറയുടെ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. തൻ്റേതായ ഇഷ്ടങ്ങളുടെ ലോകം കെട്ടിപ്പടുത്തിട്ടാണ് ഓരോ വ്യക്തിയും വിവാഹ ജീവിതത്തിന് തയ്യാറാകുന്നത് തന്നെ. എന്നാൽ വിവാഹം കഴിഞ്ഞ് ചെല്ലുന്ന വീട്ടിൽ തൻ്റെ ഇഷ്ടങ്ങളും ഇഷ്ടമില്ലായ്മയും അതേപോലെ നടന്നുകൊള്ളണമെന്നില്ല. പെൺകുട്ടി ജോബിനു വേണ്ടി വളരെയേറെ താല്പര്യം കാണിക്കുകയും വർഷങ്ങൾ അതിനുവേണ്ടി കഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടാകും. എന്നാൽ വിവാഹശേഷം ഭർത്താവും ഭർതൃവീട്ടുകാരും ജോലിക്ക് പോകാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഈ ബന്ധം തുടരാൻ കഴിയില്ല തുടങ്ങിയ വിഷയങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇത്തരത്തിൽ യോജിക്കാൻ കഴിയാതെ വരുമ്പോൾ അടുത്തുള്ള ബന്ധുക്കളോട് പറയുന്നതിനോ വിദഗ്ധരുടെ അഭിപ്രായം ആരായുന്നതിനോ തയ്യാറാകാതെ വിവാഹമോചനത്തിനും അതിനെ അനുകൂലിക്കുന്നവരുമായി മാത്രം ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നു. വിവാഹ ആർഭാടങ്ങൾക്കായി എത്ര വേണമെങ്കിലും ചിലവഴിക്കാം. എന്നാൽ തൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ മറ്റൊരാളോടൊപ്പം ജീവിക്കാൻ പോവുകയാണ്. ആ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം, ബേസിക് അവയർനെസ് പോലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാറില്ല. അതിനായി സമയം കണ്ടെത്താറില്ല. എത്ര ലളിതമാക്കി പറഞ്ഞാലും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് വിവാഹം. അതിന് ഏത് നിയമപ്രകാരമായാലും. രണ്ട് വ്യക്തികൾ ഒരുമിക്കുമ്പോൾ അവരുടെ വ്യക്തിത്വം, ചിന്ത, കാഴ്ചപ്പാട്, വിശ്വാസം, രീതികൾ ഒക്കെയും വ്യത്യസ്തമായിരിക്കും. ഇത്തരം വിഷയങ്ങൾ വിവാഹത്തിന് മുമ്പ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഗുണകരമായിരിക്കും. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് വൈദഗ്ധ്യമില്ലാത്തവരിൽ നിന്ന് ഉപദേശനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിൽ നല്ലത് തനിക്കറിയാവുന്ന നിലയിൽ ജീവിതത്തെ ഫേസ് ചെയ്യുന്നതാണ്. ക്വാളിഫൈഡായ എക്സ്പീരിയൻസ്ഡായ തെറാപ്പിസ്റ്റിന് മാത്രമേ ശരിയായ നിലയിൽ ഗൈഡ് ചെയ്യാനാകൂ. ന്യൂട്രലായി നിന്നുകൊണ്ട് ഇരു കക്ഷികൾക്കും ശരിയായ നിലയിൽ അഭിപ്രായ സമന്വയത്തിലെത്താൻ സഹായിക്കാൻ കഴിയൂ. പരസ്പരം മനസ്സിലാക്കാൻ സഹായിക്കുന്ന വൈദഗ്ധ്യം അത്തരക്കാർക്കേ ഉണ്ടായിരിക്കുകയുള്ളൂ. തങ്ങളിലുള്ള കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്യാൻ കഴിയുന്ന ഒരു വേദിയാണ് തെറാപ്പി. കോൺഫ്ലിക്റ്റ് ഉള്ള വിഷയങ്ങൾ എങ്ങനെ യോജിപ്പിലെത്താം എന്ന് ഡിസ്കസ് ചെയ്യുന്നു. ഇത്തരം വിഷയങ്ങൾ വിവാഹത്തിന് മുമ്പ് മനസ്സിലാക്കുന്നതിലൂടെ പിന്നീട് ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും. അതായത് റിലേഷൻ എങ്ങനെ പോസിറ്റീവായി കൊണ്ടുപോകാം എന്ന് ഡിസ്കസ് ചെയ്യുന്നു. ഇരുവരുടെയും പ്രതീക്ഷകളും പ്രശ്നങ്ങളും തിരിച്ചറിയാനും ബന്ധത്തിന് നല്ല അടിത്തറയിടാനും സഹായകരമാകുന്നു. നിസ്സാര വിഷയങ്ങൾ വലിയ പ്രശ്നങ്ങളാകാതെ എങ്ങനെ നേരിടണം, പരിഹാരം എങ്ങനെ കണ്ടെത്തണം, ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന വെല്ലുവിളികൾ തിരിച്ചറിയാനും നേരിടാനും, അതുപോലെ ബന്ധത്തിലുടനീളം നിലനിർത്തേണ്ട പേഴ്സണൽ വാല്യൂസ്, കമ്മ്യൂണിക്കേഷൻ, സാമ്പത്തികവും കുടുംബപരവുമായ വിഷയങ്ങൾ തുടങ്ങിയവയെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നു. പ്രീമാരിറ്റൽ കൗൺസിലിംഗിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ, സാമ്പത്തിക വിഷയങ്ങൾ, പരസ്പര സ്നേഹവും ശാരീരിക ബന്ധവും, കുട്ടികൾ, അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ, കുടുംബങ്ങളുമായുള്ള ബന്ധം, വിഷയങ്ങളിൽ എങ്ങനെ തീരുമാനമെടുക്കണം തുടങ്ങിയവയാണ്.
പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ജീവിതത്തിന് ശരിയായ ലക്ഷ്യബോധം ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിലും എടുത്തു പറയേണ്ട പല പോരായ്മകളുമുണ്ട്. ശരിയായ കൗൺസിലറെ കിട്ടാത്തതാണ് ഈ വിഷയത്തിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. വ്യക്തികൾക്കനുസരിച്ച് ഗൈഡ് ചെയ്യാൻ കഴിയുന്ന കൗൺസിലർ അല്ലെങ്കിൽ ഗുണകരമായിരിക്കുന്നതല്ല. മുൻപ് ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത പുതിയ പ്രശ്നങ്ങൾ രൂപപ്പെടുന്നതിന് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കാരണമാകാറുണ്ട്. വ്യക്തിപരമായി മറച്ചുവെക്കപ്പെടുന്ന പല വിഷയങ്ങളും തുറന്നു പറയുമ്പോൾ അതൊരു കോൺഫ്ലിക്റ്റിലേക്ക് പോവുകയും ഒരുപക്ഷെ ബന്ധം തന്നെ ഒഴിവാക്കാൻ കാരണമാകുകയും ചെയ്യും. ഇതൊരു സമയമെടുക്കുന്ന പ്രോസസ്സ് എന്ന നിലയിൽ വിവാഹത്തിന് മുമ്പുള്ള സമയം അതിനായി മാറ്റിവെക്കാൻ പൊതുവെ കഴിയാതെ വരാറുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം, ഇരു കക്ഷികളും ഒരുപോലെ താല്പര്യമില്ലെങ്കിൽ തെറാപ്പി കൊണ്ട് ഉദ്ദേശിച്ച ഗുണമുണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് സാമ്പത്തികവും ഒരു തടസ്സമാണ്. ഇത്തരത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിലും പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന ഡിവോഴ്സ് കേസുകൾ ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. കപ്പിൾസ് തെറാപ്പി എന്ന നിലയിൽ നേരിട്ട് പങ്കെടുക്കാൻ പ്രയാസമുള്ളവർക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഓൺലൈനിലാണെങ്കിൽ ഇഷ്ടമുള്ള മെത്തേഡ് തിരഞ്ഞെടുക്കാൻ കഴിയും. വീഡിയോ ചാറ്റ്, മെസ്സേജിംഗ്, ഫോൺ കോൾ, ഇത്തരത്തിൽ ഏതാണോ കംഫർട്ട് അത് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിനും കഴിയാത്തവർ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസുകളിലെങ്കിലും പങ്കെടുക്കുന്നത് പ്രയോജനപ്രദമാണ്. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.